ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിന്നും 10% കറക്റ്റ് ആയതിനു ശേഷം ഒരു റിക്കവറി ഫേസിലേക്ക് കടന്നിരിക്കുകയാണ്. മാർക്കറ്റിനെ പിന്തുടർന്ന് പല സ്റ്റോക്കുകളും കറക്ഷൻ ഫേസിലും ചില സ്റ്റോക്കുകൾ കറക്ഷൻ ഫേസിൽ നിന്നും റിക്കവറി ഫേസിലേക്കും കടന്നിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് എന്ന സ്ട്രോങ് സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്ന ചില ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ സ്റ്റോക്കുകൾ മീഡിയം ടൈമിലും ലോങ് ടൈമിലും ഡീസൻറ്റ് റിട്ടേൺ തരാൻ ശേഷിയുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റോക്ക് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം 2.6% ഇടിഞ്ഞ് സ്റ്റോക്ക് 1235 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 1652. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. ഇയർ ടിൽ ഡേറ്റിൽ ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് സ്റ്റോക്ക് കാഴ്ചവെച്ചത്. NBFC സെക്ടറിലെ കമ്പനി പ്രധാനമായും വെഹിക്കിൾ ഫിനാൻസ്, ഹോം ലോൺസ്, ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി തുടങ്ങിയ സർവീസുകൾ ഓഫർ ചെയ്യുന്നു. ROE 20%, ROCE 10%. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് ഡീസൻ്റ് ആയിരുന്നു. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 773 കോടിയിൽ നിന്നും 968 കോടിയിലേക്ക് എത്തിക്കാനും റവന്യൂ 4623 കോടിയിൽ നിന്നും 6255 കോടിയിലേക്ക് മെച്ചപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. അതേസമയം കമ്പനിയുടെ ഫിനാൻസിംഗ് മാർജിൻ 22%-ൽ നിന്നും 21%-ലേക്ക് ഇടിഞ്ഞു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 26%, പ്രോഫിറ്റ് ഗ്രോത്ത് 31%, ROE 20%-അടുത്ത്. NBFC സെക്ടറിലെ ഒരു കമ്പനിയാണ്. ഈ കമ്പനിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് തുടർച്ചയായി ഉയർത്തുന്നു. 26%-ൽ നിന്നും 27.17%-ലേക്കാണ് FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ്. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 16.5%, പബ്ലിക്കിന് 6%, പ്രൊമോട്ടേഴ്സിന് 50%-അടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ്. ചോളാഫിൻ എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും സ്ട്രോങ് സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്നു. 1200 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. 1150 സ്റ്റോക്കിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള മികച്ച റേഞ്ചാണ്. സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്ന ഒരു NBFC സ്റ്റോക്ക് എന്ന നിലയിൽ ചോളാഫിൻ എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തേത് സൊനാറ്റ സോഫ്റ്റ്വെയർ ലിമിറ്റഡ്. IT സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങിയെങ്കിലും സൊനാറ്റ സോഫ്റ്റ്വെയർ ഇപ്പോഴും 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.4% ഇടിഞ്ഞ് 626 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 17,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 63. 52 വീക്ക് ആയി 870, 52 വീക്കിലോ 469. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 2%-ലേറെ റിക്കവറി തന്നു. സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് മോശമായതിനെ തുടർന്നാണ് സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും ഇടിഞ്ഞ് ഓൾ ടൈം ഹൈയിൽ നിന്നും കറക്ഷൻ ഫേസിലേക്ക് നീങ്ങിയത്. റീസെൻ്റ്ലി കമ്പനിക്ക് ആസ്ട്രേലിയയിൽ നിന്നും ഒരു മൾട്ടി-മില്യൺ മോഡേണൈസേഷൻ ഡീൽ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനി മൈക്രോസോഫ്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായും പാർട്ട്ണറായും വാല്യൂ ചെയിൻ സർവീസ് പ്രൊവൈഡറായും വർക്ക് ചെയ്യുന്നു. ഇതുവഴിയും കമ്പനി ഡീസൻറ്റ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ ക്വാർട്ടർ റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് മ്യൂട്ടഡ് ആയിരുന്നു. 0.9% നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് മാത്രമാണ് കാണാൻ സാധിച്ചത്. അതേസമയം റവന്യൂ 14% ഇടിയുകയും ചെയ്തു. 707 കോടിയിൽ നിന്നും 687 കോടിയിലേക്കാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ഇടിഞ്ഞത്. 687 കോടിയിൽ നിന്നും 707 കോടിയിലേക്കാണ് കമ്പനിയുടെ പ്രോഫിറ്റ് വളർന്നത്. അതേസമയം കമ്പനിയുടെ റവന്യൂ 1849 കോടിയിൽ നിന്നും 1461 കോടിയിലേക്ക് ഇടിഞ്ഞു. എബിറ്റ 1.11% ഇംപ്രൂവ് ആയി 144 കോടിയായി മാറിയിട്ടുണ്ട്. എബിറ്റ മാർജിൻ 5.7%-ൽ നിന്നും 6.7%-ലേക്ക് എത്തുകയും ചെയ്തു. സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന സ്റ്റോക്ക് 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്നു. മറ്റൊരു സ്റ്റോക്ക് ഒലട്ര ഗ്രീൻ ടെക് ലിമിറ്റഡ്. സ്റ്റോക്ക് 1592 ക്ലോസിംഗ് നൽകി. 12,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 116. 52 വീക്ക് ഹൈ 2221. 52 വീക്കിലോ 1177. ഒലട്ര ഗ്രീൻ ടെക് ലിമിറ്റഡ് എന്ന കമ്പനി പ്രധാനമായും ഇലക്ട്രിക് ബസ് ആൻഡ് പോളിമർ ഇൻസുലേറ്റർ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. ROE 8%, ROCE 14.8%. ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് ഹെവി ഓർഡറുകളുള്ള മികച്ച ഓർഡർ ബുക്കുള്ള ഒരു കമ്പനിയാണ്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും പെർഫോമൻസ് മികച്ചതായിരുന്നു. സെയിൽസ് 307 കോടിയിൽ നിന്നും 524 കോടിയിലേക്കും പ്രോഫിറ്റ് 19 കോടിയിൽ നിന്ന് 48 കോടിയിലേക്കും കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. പ്രൊമോട്ടേഴ്സിന് 50% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 5.6% സ്റ്റേക്ക് ഹോൾഡിങ്ങും DISന് 0.2%, പബ്ലിക്കിന് 44%-അടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ്. 2200 രൂപയിൽ നിന്നും സ്റ്റോക്ക്
1400 രൂപ വരെ ഇടിയുകയും 1400 നിന്നും സ്റ്റോക്ക് വീണ്ടും 1500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 1750 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 1750 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 2000, 2100 തുടങ്ങിയ ലെവലുകളിലേക്കുള്ള മൂവ്മെൻറ്റ് ഒലട്ര ഗ്രീൻ ടെക് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിലും പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്